നമസ്കാരം. സിനിമാ കാഴ്ചയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഓണം കളറാക്കാൻ വേണ്ടി നമ്മുടെ DQൻ്റെ ഐ ആം ഗെയിം എന്ന സിനിമ നമ്മൾ വളരെ പ്രതീക്ഷയോടെ വളരെ ആവേശത്തോടെ നമ്മൾ കാത്തിരുന്നത് അല്ലേ. ഈ ഓഗസ്റ്റ് 20-ാം തീയതി ആയിരുന്നു സിനിമ റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പെട്ടെന്ന് സിനിമ റിലീസിംഗ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നുള്ളൊരു വാർത്തയാണ്. ഒഫീഷ്യലായിട്ട് ദുൽഖർ സൽമാൻ്റെ പേജിലൂടെ തന്നെയാണ് ഈ വിവരം അറിയിച്ചിരിക്കുന്നത്. ഓണം റിലീസായിട്ട് മറ്റ് ചില ചിത്രങ്ങളും കൂടെ റിലീസിനായിട്ട് എത്തുന്നുണ്ട്. ഐ ആം ഗെയിം എന്ന സിനിമ റിലീസ് ചെയ്യുന്ന ഓഗസ്റ്റ് 20-ന് തന്നെ പൃഥ്വിരാജ് നായകനായിട്ട് എത്തുന്ന ഖലീഫ എന്ന സിനിമയും ക്ലാഷ് റിലീസായിട്ടാണ് എത്തുന്നത്. ഗിരീഷ് ഐഡി സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനാകുന്ന ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന സിനിമയും റിലീസിനായിട്ട് എത്തുന്നുണ്ട്. അത് ഫാമിലി ഓഡിയൻസ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. ഐ ആം ഗെയിം എന്ന സിനിമയുടെ റിലീസിംഗ് മാറ്റിവെച്ചിരിക്കുന്നത് ഇപ്പോൾ പലരും പറയുന്നത് സിനിമയുടെ തെലുങ്ക് വേർഷൻ കുറച്ചുകൂടെ തീരാനുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും അത് സത്യമല്ല. കാരണം ഇവർ ഓൾറെഡി 3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സിനിമ ഓണം റിലീസായിട്ട് തിയേറ്ററിൽ എത്തുമെന്ന് പറഞ്ഞു. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ ഓൾറെഡി എല്ലാം ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊരു ചെറിയൊരു സിനിമ അല്ല, വലിയൊരു സിനിമയാണ്. ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് വരുന്നൊരു സിനിമയാണ്. മലയാളം, തെലുങ്ക്, തമിഴ്, കന്നഡ, ഹിന്ദി അങ്ങനെ 5 ഭാഷകളിലായിട്ടാണ് ഈ സിനിമ നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നത്. ഒരിക്കലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സ്റ്റാറ്റസുകളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ അത്യാവശ്യം ഏറ്റവും കൂടുതൽ തിയേറ്ററുകൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയും ഐ ആം ഗെയിം എന്ന സിനിമ തന്നെയാണ്. ഖലീഫയ്ക്കും ബത്ലഹേമിനൊക്കെ കുറച്ച് സെൻറ്ററുകൾ മാത്രമേ ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളൂ. കാരണം ഓൾറെഡി നേരത്തെ കൂട്ടി തന്നെ 2 മാസത്തിന് മുമ്പ് തന്നെ തിയേറ്ററുകളെല്ലാം ഹൈ ക്ലാസ് തിയേറ്ററുകളെല്ലാം ഐ ആം ഗെയിം എന്ന സിനിമയ്ക്ക് വേണ്ടി അവർ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് മാറാനായിട്ടുള്ളൊരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാഷ് നായകനായിട്ട് എത്തുന്ന ടോക്സിക് എന്ന സിനിമ ഈ വരുന്ന ഓഗസ്റ്റ് 24-ാം തീയതിയാണ് റിലീസിനായിട്ട് എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും യാഷിൻ്റെ ഒരു സിനിമ വരുമ്പോഴത്തേക്ക് തെലുങ്കിലും കന്നഡയിലും ഒക്കെ അത്യാവശ്യം തിയേറ്ററുകൾ ഈ സിനിമയ്ക്ക് ലഭിക്കും. അപ്പോൾ ഐ ആം ഗെയിം എന്ന സിനിമ റിലീസ് ഉണ്ടെങ്കിൽ പോലും തന്നെ അത് മാറ്റിയിട്ട് ഈ സിനിമ ആ തിയേറ്ററിലേക്കൊക്കെ പ്രദർശിപ്പിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് മാറ്റി വെച്ചിരിക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത്. എന്തായാലും സെപ്റ്റംബർ 3-ാം തീയതിയാണ് സിനിമ ഇനി റിലീസിനായിട്ട് തിയേറ്ററിലേക്ക് വേൾഡ് വൈഡ് റിലീസായിട്ട് എത്താൻ പോകുന്നത്. വലിയൊരു റിലീസ് തന്നെയാണ്. സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. എന്തായാലും പ്രേക്ഷകരെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് വീണ്ടും ദുൽഖർ സൽമാൻ്റെ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് പോസ്റ്റ്പോൺ ചെയ്യുന്നുള്ളൊരു വാർത്ത വരുന്നത്. കേരളത്തിൽ ഫാൻ ഷോ ഒക്കെ ഓൾമോസ്റ്റ് സെറ്റായിരിക്കുന്ന സമയത്താണ് ഈ റിലീസിംഗ് ഡേറ്റ് മാറ്റുന്നതായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വാർത്ത വരുന്നത്. ശരിക്കും ഇത് ആരാധകരെ നിരാശപ്പെടുത്തുന്ന ഒരു സിനിമയുടെ ഒരു റിലീസിംഗ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിന്നീട് ആ സിനിമയുടെ റിലീസ് മാറ്റിവെക്കുമ്പോഴത്തേക്ക് സാധാരണ നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടല്ലേ. അങ്ങനെ മാറ്റിവെക്കുന്ന സിനിമകളൊക്കെ പിന്നീട് ആ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഒരു ആവേശമൊന്നും ഫാൻസുകാരിൽ നമ്മൾ കാണാറില്ല. ഓണം റിലീസായിട്ട് ഒരുപാട് സിനിമകളാണ് റിലീസിനായിട്ട് എത്തുന്നത്. ഇപ്പം യാഷിൻ്റെ ടോക്സിക് വരുന്നുണ്ട്, ഖലീഫ വരുന്നുണ്ട്, അതുപോലെ ബത്ലഹേം കുടുംബ യൂണിറ്റ്, അങ്ങനെ ഒരു പിടി സിനിമകളാണ് ഓണം റിലീസായിട്ടുന്നത്. അപ്പം ഈ സിനിമകളെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് പ്രേക്ഷകരും തന്നെ ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂസായി പോകും. സിനിമ റിലീസിംഗ് ഡേറ്റ് മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു ഡേറ്റ് ഞാൻ നോക്കുമ്പോൾ കുറച്ച് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഓണം അവധി എന്ന് പറയുമ്പോൾ ഒരു 10 ദിവസത്തെ അവധി മാത്രമാണ്. ആ 10 ദിവസത്തെ അവധിക്ക് ഏത് സിനിമയാണ് നല്ലതെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. അപ്പം പലപ്പോഴും ഇത്തരം വലിയ സിനിമകൾ റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് ചെറിയ സിനിമകൾ വിജയിച്ച് ഈ വലിയ സിനിമയ്ക്ക് വലിയ ആഘാതം സംഭവിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും റിലീസിംഗ് മാറ്റി വെച്ചിരിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. യാഷിൻ്റെ സിനിമ റിലീസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ഈ സിനിമ റിലീസിംഗ് മാറ്റി. കാരണം പാൻ ഇന്ത്യൻ ലെവലിൽ നിൽക്കുന്ന ദുൽഖർ സൽമാൻ തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും തമിഴിലും ഒക്കെ തിയേറ്റർ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ഈ സിനിമയ്ക്ക് ക്ഷീണമാണ് എന്ന് കണ്ടുകൊണ്ടാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഇപ്പോൾ ഈ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ കാത്തിരിക്കാം ഐ ആം ഗെയിം സിനിമയ്ക്ക് വേണ്ടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ബൈ.